आपके फेवरेट रिएक्शन चैनल में और आज हम लेके आए पड़कलम मूवी के सीन 7 का रिएक्शन। और लास्ट सीन हमने देखा कि भाई यहाँ पे वो बिल्कुल भी तैयार ही नहीं है रंजीत सर जो है अपनी वो बॉडी को रंजीत सर नहीं देखा जाए तो सारी सर रंजीत सर की बॉडी को छोड़ने के लिए बिल्कुल तैयार नहीं है, बिकॉज उनको तो बहुत मज़ा आ रही है एकदम कूल। मतलब ऐसे ही इमेजिन करो कि भाई मेरे को मान लो कोई ऐसे बहुत बड़े स्टार की बॉडी मिल जाए तो एक बार तो होता है ना यार, उसकी लाइफ भी जी के देखते हैं। तो वही काइंड ऑफ शादी सर कर रहे हैं, बिकॉज उनकी खुद की लाइफ थोड़ी बोरिंग चल रही थी सच में यार। और रंजीत सर ने मतलब उनको जो है जतिन को है मतलब कल तक का समय दिया है कि भाई इतने समय में आप मेरे को वो डाइस ला के दो, नहीं तो मैं वो लड़की को कुछ भी कर दूंगा। भाई तो देखते हैं अब क्या होगा, तो आप भी देखो, देखते हैं। लेट्स स्टार्ट। പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? എടാ പ്ലാനല്ല, ഒരു ശ്രമവും. ओह जोकर, ओ सब जोकर्स बने हुए हैं। ये डेमो डे है। ओ भाई कोई कुछ भी बन के आ सकता है। मनी हाइस्ट का बन के आ गया, स्पाइडरमैन, बाहुबली, और पायरेट्स ऑफ द कैरिबियन भी थे। हाँ हाँ। ओ भाई ये जोकर वाले खतरनाक लग रहे हैं। जतिन का वैसे एक कॉस्ट्यूम पहना हुआ है अलग ही उसने, सॉरी रंजीत सर ने। സാറേ സാറേ ആപ്പിള് एप्पल फॉर यू। ആപ്പിള് എനിക്ക് ഇഷ്ടമല്ല സാറേ, ഓറഞ്ചും ഉണ്ട് സാറേ. ആ ഡൈസ് എവിടെയാ സാറേ? ആ ഡൈസ് കൊല്ലാനുള്ള പുതിയ അടവായിരിക്കും അല്ലേ? അടവൊന്നുമല്ല സാറേ, ആ രഞ്ജിത്ത് സാറ് നമ്മളെ രണ്ടുപേരെയും ഒരുപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുവാന്നേ. എങ്ങനെ? അയാൾക്ക് അയാളുടെ സ്വന്തം ശരീരത്തിലേക്ക് തിരിച്ചു കയറണമെന്നില്ല. അതെനിക്കുണ്ടല്ലോ, താനല്ലേ പെട്ടുപോയത്. എനിക്കാരും വേണ്ടിയില്ല വാടാ. എടാ എനിക്കൊന്ന് അവനോട് പോയി സംസാരിക്കണം. നീ വേറ്റേ, അവനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. स्पॉइल कर दोगे। ओए 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 ബ്രോ തടയാൻ വന്നാൽ നല്ലടി കിട്ടും, മാറിക്കണം. मारने आए। ഇതുവരെ ഈ കോളേജിൽ ഒരുത്തനും 1 മാൻസ് ഇറക്കിയിട്ടില്ല. ഇനി നീയായിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ട. പിന്നെ പ്രസംഗത്തിനിടെ നീ കാണിച്ച പ്രശ്നങ്ങൾ അത് നമ്മളങ്ങ് മറക്കുക. अच्छा क्या പക്ഷെ ഇനി നീ അഹങ്കാരം കാണിച്ച അതുമല്ല സാർ, സാർ Fight scene होगा। അത് ഇച്ചിരിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. താൻ കൊണ്ടുപോയി നുണ നട്ടു നോക്ക്. കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരെ. നുണയല്ല സാറേ, എന്നെ വിശ്വസിക്കേ. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. അവള് ജിത്തിനെ എന്നെ നോക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല. നീ എന്നെ അടിച്ച നീ ഹീറോ, ഞാൻ നിന്നെ അടിച്ച നിനക്ക് 80. കൊള്ളാലോടെ മോനെ, सिंपैथी मिल जाएगी। ഉണ്ടാക്കണ്ട നീ. നിങ്ങൾ അടിക്കാൻ വന്നല്ല, അടിച്ചിട്ട് പോയാൽ മതി. आओ मारो, आओ ना। ആദ്യത്തെ അടി നീ അടി, ബാക്കി ഞാൻ നോക്കണം. फिनिश। അടിക്കണ ओए 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 कमजोर समझा था। താൻ പറ. वो तो നിങ്ങൾ कुछ കൊണ്ടുവന്ന मानने ही പേഷ്യന്റിന്റെ वाले। ബ്ലഡ് റിസൾട്ട് ആണിത്. വെരി ഹൈ കൗണ്ട് ഫോർ WBC ആൻഡ് വെരി ലോ കൗണ്ട് ഫോർ RBC. ഇത്രയും നടന്നു വെച്ചിട്ട് ഇനിയുള്ള കാലം സാറ് ഞാനായിട്ട് ജീവിക്കേണ്ടി വരും. वो तो എനിക്കതൊരു खुश थे, കുഴപ്പമില്ലല്ലോ. തന്റെ ഈ കഥയൊക്കെ കേട്ട് ഞാൻ क्योंकि रंजीत तो പേടിക്കുന്ന मरने वाला है। ഇതിന്റെ ഭാഗമായിട്ടായിരിക്കില്ല അപ്പൊ അന്നത്തെ കത്തിക്കുത്ത് നാടകമൊക്കെ. എന്റെ പൊന്ന് സാറ്, കത്തിക്കുത്ത് ഒറിജിനലാണ്. ഞാൻ കയറി ബ്ലോക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ സാറ് മരിച്ചു പോയനെ. वो तो एक्चुअली मारना चाहता था, फुल फोर्स से मारा था उसने। और वो देख रहे हैं भाई जितिन की बॉडी मिली हो इतनी मस्त यंगस्टर वाली। ആ പേഷ്യന്റ് മരിച്ചുകൊണ്ടിരിക്കുക. Patient is dying। നിന്റെ ഒക്കെ കളി ഇപ്പൊ തീരും. ആ ഡൈസിന്റെ കിട്ടുന്ന ദിവസം നീയൊക്കെ ചാവും. നീയൊക്കെ കൂടെ എന്തായാലും കിട്ടും ഉണ്ടാക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മോനെ, ആ ഡൈസ് കിട്ടില്ലെങ്കിൽ നീയൊക്കെ തീരും. അതുകൊണ്ടാണ് ഷാജി സാറെ ഞാൻ പറഞ്ഞത്, ആ രഞ്ജിത്ത് സാറിന്റെ കയ്യിൽ ഒരു കാരണവശാലും ഡൈസ് കിട്ടരുത്. കിട്ടിയാൽ അയാൾക്ക് അയാളുടെ ശരീരത്തിലേക്ക് കയറണമെന്നില്ല. നിനക്ക് നാളെ വരെ वो तो उल्टा चाहेगा अब यही खत्म हो जाए। തന്നില്ലെങ്കിൽ ആ കൊച്ചു എന്ത് പറഞ്ഞാലും ഞാൻ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും. अरे मार्वल की टी शर्ट पहनने से कोई आयरन मैन नहीं हो जाता। ओए 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 ओए, ये तो जोकर गैंग ही लग रहा है भाई। इनका ग्रुप अलग ही चमक रहा है अब।
എടാ നോക്കിയടാ എവിടെയും കാണുന്നുണ്ടോ? അവിടെ അടി നടന്ന കാര്യം പറയലേട്ടാ ടെൻഷൻ. എടാ എന്താ പറ്റിയേ? എടാ ആ രഞ്ജിത്ത് സാർ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. എടാ അയാൾക്ക് അയാളുടെ ബോഡിയിലേക്ക് തിരിച്ചു കയറണമെന്നില്ല. അയാളുടെ യഥാർത്ഥ ബോഡിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഈ ശരീരം മാറിയത് അയാൾക്ക് വീണ് കിട്ടിയ ഒരു അവസരം. അയാളിനെ ഉള്ള കാലം എന്റെ ഈ ശരീരത്തിൽ ജീവിക്കാൻ തന്നെ പ്ലാൻ. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എടാ ഡയസ് ഷാജി സാറിന്റെ കയ്യിൽ നിന്ന് ആ ഡയസ് എടുക്കാൻ അയാൾക്ക് നമ്മുടെ സഹായം വേണം. എത്ര പ്രാവശ്യമാണ് അയാൾ മുഖത്ത് നോക്കി പറഞ്ഞത് ആ ഡയസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാരും തീർക്കുമെന്ന്. അപ്പൊ നീ ഇത് ഷാജി സാറിനെ കാണിച്ചില്ലേ? ആ പൊട്ടനോട് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. എടാ രഞ്ജിത്ത് സാറിന്റെ അടുത്ത് ആരാ ഉള്ളേ? ഞങ്ങളൊക്കെ ആയിരുന്നു. നീയല്ലേ ഇപ്പൊ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അടിപൊളി. ഒരുത്തം പോലും അവിടെ നിന്നില്ലല്ലേ. എടാ രഞ്ജിത്ത് സാർ എന്തായാലും അവളോട് എല്ലാം പറഞ്ഞായിരിക്കും. അതാ ഇങ്ങനെ. ഇനി ഒറ്റ ഒരുത്ത എന്നെ തടയരുത്. ബോഡി സ്വാപ്പിന്റെ കാര്യം എല്ലാം ഞാൻ അവളോട് എനിക്കൊന്ന് സംസാരിക്കണം. അല്ലേ സാറിന്റെ ഭാര്യക്ക് സാറിനോടൊന്ന് സംസാരിക്കണമെന്ന്. ഹായ് ഒരു 10 മിനിറ്റ്. എനിക്കിപ്പൊ സംസാരിക്കണം. ചേട്ടനോട് ഡിവോഴ്സിന് നീങ്ങിക്കോളാൻ പറഞ്ഞല്ലേ? അയ്യോ അതങ്ങനെയല്ല. എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? अरे अलग ड्रामा चालू हो गया इधर. और वो रोई जा रही है. നിങ്ങൾ ഞാനും सेम लाइन चेप रहे उसकी जीविका की. എപ്പോ തൊട്ടാ ഇങ്ങനെ രണ്ടായി ചിന്തിച്ചു തുടങ്ങിയത്? 2 days. നമ്മുടെ 10 വീട്, days. നമ്മുടെ കാശ്, നമ്മുടെ പ്രശ്നം, ഇങ്ങനെ നമ്മുടെ എന്ന് പറഞ്ഞ് കുറെ കാലം ഒരുമിച്ച് ജീവിച്ചേ. നമ്മളം नमणम नमणम. അല്ല എന്നെ പോലെ എക്സൈറ്റിംഗ് അല്ലാത്ത ഒരാളുടെ കൂടെ എങ്ങനെയാ ജീവിക്കുന്നത്? ഇതാണോ ഒരു പ്രശ്നം? നിങ്ങൾ എന്താന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ ഞാൻ നിങ്ങളെ കിട്ടിയത്. 10 കൊല്ലം മുന്നേ എനിക്കതൊരു പ്രശ്നമല്ല, ഇന്നും എനിക്കതൊരു പ്രശ്നമല്ല. वाह अरे यार गंदा देने आ गया मार खाने के बाद. ശരിക്കും എനിക്കാ തെറ്റ് പറ്റിയത്. എന്തൊക്കെ വന്നാലും നിങ്ങളെ ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. बेचारी के लिए मुश्किल तो है. वो तो फायदा उठा रही थी. സംസാരിക്കെങ്കിലും ചെയ്യുന്ന ഞാൻ വിചാരിച്ചു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് പോവാ. क्या? Pregnant. ഞാൻ പ്രഗ്നന്റ് ആണ്. नॉट माय बेबी. ये क्या बोल रहे हो? खुश होना चाहिए था. गरम पानी. यार क्या हो रहा है? तबाही. चलो अपनी वाइफ से बात करो. ഞാൻ ഷാജി സാറിൻ്റെ കൂടെ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരു കാര്യം സംസാരിക്കണമായിരുന്നു. വരൂ. താങ്ക് യു. കോളേജിൽ നടന്ന കാര്യങ്ങളൊക്കെ ഷാജി സാർ എൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്തുകൊണ്ടോ അത് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. 1-2 മാസം മുന്നേ വരെ എന്നോട് എല്ലാം പറഞ്ഞാണല്ലോ. ഇപ്പം നിർത്തി. പല ബാഹ്യശക്തികളുടെ ഇടപെടലുകളാൽ മനുഷ്യ മനസ്സുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. നമുക്ക് ചുറ്റും നടക്കുന്നത് എന്തെന്ന് നമുക്കറിയില്ലല്ലോ. ജോലിയിലെ പ്രശ്നം, കോളേജിലെ പ്രശ്നം, ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തതിന്റെ വിഷമം, ഇതൊക്കെ തന്നെയല്ലേ? അന്നൊക്കെ അയാൾ എന്നോട് സംസാരിക്കായിരുന്നു. സംസാരിക്കുന്ന ആളോട് ഒപ്പമുണ്ട്, ഒറ്റയ്ക്കല്ല എന്നൊക്കെ ഉറപ്പ് കൊടുക്കായിരുന്നു. എന്തൊക്കെ വന്നാലും പിരിയില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ അതും തീർന്നു. ഒരു കുഞ്ഞ് ഞങ്ങളുടെ 2 പേരുടെ സ്വപ്നമായിരുന്നു. 2 പേരും ഒരുപോലെ ആഗ്രഹിച്ച തന്നെയാ. എന്നിട്ട് ഞാൻ അയാളോട് നല്ലത് പറഞ്ഞപ്പോ എന്താ എന്നോട് പറഞ്ഞതെന്നറിയോ? ഈ കുട്ടി അയാളുടെ അല്ല. मारने वाले उसको जाके. ഇത് ഞാൻ എങ്ങനെ? ഇനി എനിക്ക് അയാളെ കാണണ്ടെന്ന് പറഞ്ഞേക്ക്.
अरे रे, अब शादी को शादी की बॉडी में आना है। ശോഭ എന്നോട് ക്ഷമിക്കും अरे നിന്റെ ഷാജി तुम रंजीत हो, वो बिल्कुल सहन नहीं करेगी कोई पराये मर्द को पास आने। പട്ടി മോളെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഷാജിയാണ് മോളെ No. ഞാൻ ഇതെല്ലാം സോൾവ് ചെയ്തോളാം ഒരു കളി കളിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ് अब वो शादी बनना चाहते हैं, खुद से आएंगे डाइस लेके। आओ भाई करो। ഞാൻ ഡയസ് തരാം പക്ഷെ എനിക്ക് എന്റെ ബോഡി കിട്ടുന്ന ഉറപ്പ് വേണം അതെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം? बीवी എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം ओ എനിക്ക് എന്റെ കുടുംബം വലുത് चलो वक्त ഇയാളെ के വിശ്വസിക്കാമോ? എനിക്ക് എന്റെ ഭാര്യനെ കാണണം ആ ഓക്കെ സെറ്റ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാനുണ്ട്, ഇത്രയാണ് ഓടിയോണ്ട് ചോദിക്കൂ, ആ ഡൈസ് അവിടെ കൊണ്ട് വെച്ചേ. അതാ പട്ടിയുടെ ബെൽറ്റിന്റെ ഇടയിൽ തിരികെ दो വെച്ചോ. की बेल्ट ആ ജോൺ വിക്ക് പട്ടി. जॉन ഇപ്പൊ രഞ്ജിത്ത് സാർ അറിയാതെ നമ്മൾ ഈ കളി തീർക്കണം. അതിന് ആദ്യം അയാളുടെ കയ്യിൽ നിന്ന് താക്കോല് സംഘടിപ്പിക്കണം. ഏ? ആ താക്കോൽ എങ്ങനെ തിരിച്ച് അയാളുടെ കയ്യിൽ തന്നെ എത്തി ഞാൻ കൊടുത്തത്. ചുമ്മാ അങ്ങോട്ട് കൊടുത്തോ? കഴിഞ്ഞ 4-5 മാസമായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ധാരണയില്ല. ഓക്കെ, ഇപ്പൊ ഇനി എന്താ നമ്മുടെ പ്ലാൻ? हाँ എടാ വളരെ സിമ്പിളാണ്. ഷാജി സാർ ഡൈസ് തരാമെന്ന് സമ്മതിച്ചു ഒന്ന് രഞ്ജിത്ത് സാറിനോട് പറയണം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ബോർഡും താക്കോലും കിട്ടിയാൽ മാത്രമേ ഷാജി സാർ ഡൈസ് തിരിച്ചു തരുമെന്നും പറയണം. അയാളുടെ കയ്യിലിരിക്കുന്ന താക്കോൽ ഒറിജിനൽ ആണോ എന്ന് ഉറപ്പുവരുത്തുന്ന സമയത്ത് നിങ്ങൾ അയാളെ പിടിച്ചു നിർത്തണം. എടാ ഒന്ന് ചെയ്യടാ. ना किया है बेचारों ने। അപ്പൊ ഷാജി സാർ എനിക്ക് ഡൈസ് തരുന്നു, നമ്മൾ കളി അവസാനിപ്പിക്കുന്നു. ओके ഓക്കെ ഓക്കെ डन। ഇവിടെ വെച്ചാടാ നമ്മുടെ എൻ ഗെയിം. ഇത് പോയാൽ ഇനി ഒരു ചാൻസ് ഇല്ല. एंड गेम കോളേജ് ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് ആരും വരികയില്ല. Up next, we have an exciting debate on the topic: is social media a boon or a bane? अब क्या होगा क्लाइमैक्स में, वो चीज़ का बहुत इंतजार है कि भाई क्या फाइनली अब ये उनसे किसी तरीके से उनकी बॉडी चेंज करा पाएंगे, बिकॉज पहले तो हमें लग रहा था कि भाई शाहजी अपनी बॉडी नहीं देंगे, बट अब समझ आया कि रंजीत को अपनी बॉडी में आना ही नहीं है, उनकी बॉडी तो मरने ही वाली थी। और अब तो उनके पास तो इतने मस्त यंग बॉडी हो चुकी है जितिन की, जिसमें वो कुछ भी कर सकते हैं, इतने साल जी सकते हैं। तो बहुत ही खतरनाक और वन साइड हो गया अगर उनको जाके वो डाइस मिल गया तो। तभी वो पहले दिन से जब वो हुआ था बॉडी, सब लोग पैनिक कर रहे थे, शॉक में थे, पर ये काफी चिल थे क्योंकि अंदर की बात तो कुछ और ही थी। हमें लग रहा था कि यार ये, और शादी सर सबसे ज्यादा बड़ी गलती उनसे, उनको लगा कि वो अच्छी लाइफ जी रहे पर उनको पता नहीं ये बॉडी जाने वाली है। वही तो, आप लोग कैसे लगा सीना में कमेंट सेक्शन में जरूर बताएगा। तो ऐसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए। और सब्सक्राइब करिए। बाय।